എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പും വിഷു എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണം ഇനി എങ്ങനെയായിരിക്കും എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങി ക്ഷേമ പെൻഷൻ വിതരണം താളം തെറ്റിയിരിക്കുന്നതായിട്ട് ഇലക്ഷന് മുൻപേ തന്നെ സർക്കാർ മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ 3 മാസങ്ങളിലെ ക്ഷേമ പെൻഷന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒഴിച്ച് മറ്റ് പ്രധാന പെൻഷനുകളായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ, നിർമ്മാണ തൊഴിലാളികളുടെ ഏതാനും മാസത്തെ കുടിശ്ശിക, അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പുകൾ എന്നിവയെല്ലാം തന്നെ വിഷുവിന് മുൻപായിട്ട് തന്നെ എത്തിയിരുന്നു. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 1000 രൂപ മാത്രം ഏപ്രിൽ മാസത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. 2026 ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ 10 ലക്ഷത്തിലധികം പേർക്കാണ് ലഭിച്ചത്. മാർച്ച് മാസത്തിൽ വിതരണം ചെയ്തപ്പോൾ 16 ലക്ഷത്തോളം പേർക്ക് തുക ലഭിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിൽ 20 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഏപ്രിൽ മാസത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ലഭിച്ചവർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എത്ര തുക എന്ന കാര്യത്തിൽ സർക്കാർ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവെത്താത്തത് കൊണ്ട് പെൻഷൻ ഇതുവരെയും വിതരണം ചെയ്യാതിരുന്നത്. അടുത്ത ആഴ്ച പെൻഷൻ ഉത്തരവ് ഇറങ്ങുകയാണ് എങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണവും ഈ മാസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ മാസവും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് ലഭിക്കുന്ന അപേക്ഷകൾ അതത് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഭരണസമിതികൾ കൂടി അംഗീകരിച്ച് പാസ്സാക്കിയതിന് ശേഷം മാത്രമേ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ. സംസ്ഥാനത്തെ 32 ലക്ഷത്തോളം വനിതകൾക്ക് ഈ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി സർക്കാരിന്റെ കണക്കെങ്കിലും ഇപ്പോൾ 20 ലക്ഷത്തിനടുത്ത് അപേക്ഷകളെ ലഭിച്ചിട്ടുള്ളൂ. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35നും 60നും ഇടയിൽ പ്രായമുള്ള നിലവിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയോ അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകളോ ലഭിക്കാത്ത സ്ത്രീകൾക്ക് ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മറ്റൊന്ന്, നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ കുടിശ്ശികയായിട്ടുള്ള 1600 കോടി രൂപയുടെ 5 ഗഡുകൾ വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും പലർക്ക് 3 ഗഡുകളെ ലഭിച്ചിരുന്നുള്ളൂ. മെയ് മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകുമെങ്കിലും എത്ര ഗഡു കുടിശ്ശിക പെൻഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇതുവരെ അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വോട്ടെടുപ്പിന് മുൻപേ തന്നെ ഈസ്റ്റർ, വിഷു ഒക്കെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ വിതരണം ചെയ്തിരുന്നു. ഇനി 1.5 മാസത്തോളം കഴിഞ്ഞ് മെയ് മാസം അവസാന ആഴ്ചകളിൽ മാത്രമായിരിക്കും 2000 രൂപ വീതമുള്ള അടുത്ത മാസത്തിലെ ക്ഷേമ പെൻഷന്റെ ആനുകൂല്യം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിരുന്നത്. അതായത് മെയ് 4-ന് ശേഷം വരുന്ന പുതിയ സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ പെൻഷൻ വിതരണമായിരിക്കും മെയ് അവസാന ആഴ്ചകളിൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ സർക്കാർ ഈ വർഷത്തെ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ നിലവിലെ 2000 രൂപയിൽ നിന്ന് വർധന ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. സർക്കാരിന്റെ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.